സമാധാനമില്ലാതെ അലയുന്ന പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ നിഴലിലാണ്. സമാധാന കരാറുകൾ വെറും പാഴ്വാക്കാക്കി മാറ്റിക്കൊണ്ട് US യുദ്ധവിമാനങ്ങൾ വീണ്ടും ഇറാന്റെ മണ്ണിൽ ബോംബുകൾ വർഷിച്ചിരിക്കുന്നു. ഇത്തവണ കേവലം ഒരു മുന്നറിയിപ്പല്ല അമേരിക്ക നൽകുന്നത്, മറിച്ച് ഇറാന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഭീഷണിയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അഥവാ IRGC ഇനി ഭൂമുഖത്തുണ്ടാകില്ല എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ പനാമ പതാക ഘടിപ്പിച്ച MT കിഗു എന്ന ഭീമൻ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണമാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. 2 മില്യണിലധികം ബാരൽ അസംസ്കൃത എണ്ണയുമായി നീങ്ങിയ കപ്പലിന് നേരെ ഇറാൻ ഏകപക്ഷീയമായി ആക്രമണം നടത്തിയെന്ന് US സൈന്യം വ്യക്തമാക്കുന്നു. ഇതിന് തിരിച്ചടിയായി ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും കോസ്റ്റൽ റഡാറുകളും US തകർത്ത് തരിപ്പണമാക്കി. ഇറാന്റെ തുറമുഖ നഗരമായിട്ടുള്ള സിരിക്കിൽ ശക്തമായ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. വെടിനിർത്തൽ കരാർ ഇറാൻ ലംഘിച്ചു എന്നാണ് ട്രംപിന്റെ ആരോപണം. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇറാന്റെ വാദം. കേവലം 2 ആഴ്ച മുൻപ് ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറാണ് ഇരു രാജ്യങ്ങളും കാറ്റിൽ പറത്തിയത്. അമേരിക്കയുടെ ഈ യുദ്ധക്കുതിക്ക് പിന്നിൽ ട്രംപിന്റെ കൃത്യമായിട്ടുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്ന് വ്യക്തമാണ്. 1970കളിൽ ഇറാന്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന ഷാ രാജവംശത്തിന്റെ കാലത്ത് ഇറാനിലെ എണ്ണ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുത്ത ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണക്കടത്ത് പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന്മേൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാനും മേഖലയിലെ കറുത്ത പൊന്നിന്റെ നിയന്ത്രണം കൈക്കലാക്കാനുമുള്ള തക്കം പാർത്തിരിക്കുകയാണ് വാഷിംഗ്ടൺ. ഇറാന്റെ ഓരോ പ്രകോപനത്തെയും അതിനുള്ള സുവർണ അവസരമായിട്ടാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും ഈ തീപ്പൊരി പടരുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനമായിട്ടുള്ള ബഹ്റൈൻ തങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറുവശത്ത് ലബനനിൽ അമേരിക്ക മുൻകൈയെടുത്തുണ്ടാക്കിയ വെടിനിർത്തലും പാളിയിരിക്കുകയാണ്. തെക്കൻ ലബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കിയപ്പോൾ സമാധാന കരാർ വെറും കീഴടങ്ങലാണെന്ന് പറഞ്ഞ് ഹിസ്ബുള്ള തലവൻ നഈം ഖാസിം രംഗത്തെത്തി. ലബനനിലെ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്നാണ് ഇറാന്റെ ആക്ഷേപം. ചുരുക്കത്തിൽ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി പശ്ചിമേഷ്യയെ ഒരു വലിയ യുദ്ധക്കളമാക്കി മാറ്റുകയാണ് അമേരിക്കയും ഇറാനും. അമേരിക്കയുടെ ലക്ഷ്യം പശ്ചിമേഷ്യയിലെ എണ്ണ സമ്പത്തിന്മേലുള്ള പരമാധികാരമാണെങ്കിൽ നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങളിലൂടെ സ്വന്തം നാശത്തിന് വഴിമരുന്നിടുകയാണ് ഇറാൻ എന്ന തീവ്രവാദ ഭരണകൂടം. വൻ ശക്തികളുടെ ഈ അധികാരക്കളിയിൽ ഒടുവിൽ ഇല്ലാതാകുന്നത് ഒരു രാജ്യത്തിന്റെ സമാധാനവും സാധാരണക്കാരുടെ ജീവിതവുമാണ്. IRGC ഇനി ഭൂമുഖത്തുണ്ടാകില്ല, ഇറാൻ ഇനി ഭൂമുഖത്തുണ്ടാകില്ല എന്നൊക്കെയുള്ള ട്രംപിന്റെ ഭീഷണി യാഥാർത്ഥ്യമാകുമോ, അതോ ലോകം മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം. മിസ്റ്റർ സിസ്റ്റം